തൃശൂർ പൂരം കാണാൻ. ഹായ്, അപ്പോൾ ബ്രില്യൻ ടീമിൻ്റെ യാത്ര തുടരുകയാണ്. 2022 നീറ്റ് എൻട്രൻസ് എക്സാമിലൂടെ ഏതാണ്ട് 3800-ലധികം MBBS സീറ്റുകളാണ് ഇന്ത്യയിലെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രവേശനം കിട്ടിയത്. ഓരോ മെഡിക്കൽ കോളേജുകളെയും നമ്മുടെ കുട്ടികളെ കാണാൻ വൈറ്റ് കോട്ടിട്ട് അവരുടെ സന്തോഷത്തോടൊപ്പം പങ്കിടുവാൻ വേണ്ടിയിട്ടുള്ള ബ്രില്യൻ ടീമിൻ്റെ യാത്ര തുടരുകയാണ്. ഇന്ന് നമ്മൾ സന്ദർശിക്കുന്നത് തികച്ചും സർപ്രൈസായിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജ്, 1951 തുടങ്ങിയ കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ഓൾ ഇന്ത്യ ലെവലിൽ ആദ്യത്തെ 10 റാങ്കിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 250 കുട്ടികളിൽ 200-ലധികം കുട്ടികളും ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ കുട്ടികളായിരുന്നു. അവർക്കൊരു സർപ്രൈസ് കൊടുക്കാനായി ഞങ്ങളുടെ ബ്രില്യൻ ടീം ഇന്ന് യാത്ര തുടരുകയാണ്. ബാക്കി വിശേഷങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിന്നും നിങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. എവർഗ്രീൻ സിറ്റി ഓഫ് ഇന്ത്യ, കേരളത്തിൻ്റെ തലസ്ഥാന നഗരം, അനന്തപുരിയുടെ ഹൃദയഭാഗത്ത് കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ഇന്ന് ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിലെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ കുട്ടികളെ കാണുവാനും അവർക്ക് വലിയൊരു സർപ്രൈസ് കൊടുക്കാനുമായിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ എത്തിയിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സർപ്രൈസുകളാണ് അവരെ കാത്തിരിക്കുന്നതെന്നും അതിനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ബ്രില്യൻ നടത്തിയിരിക്കുന്നതെന്നും നമുക്കൊന്ന് കണ്ടാലോ. അങ്ങനെ നമ്മൾ ചരിത്രമുറങ്ങുന്ന കേരളത്തിലെ ആദ്യ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ക്യാമ്പസിൽ എത്തി നിൽക്കുകയാണ്. 250 ഏതാണ്ട് 200ഓളം വിദ്യാർത്ഥികളാണ് ഫസ്റ്റ് ഇയർ MBBSനായിട്ട് നമ്മുടെ കുട്ടികൾ ഈ ക്യാമ്പസിലുള്ളത്. അവർക്കായിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള സർപ്രൈസുകളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്? കേരളത്തിലെ വിവിധ മെഡിക്കൽ കോളേജുകൾ ഞങ്ങളുടെ കുട്ടികളെ കാണാൻ ഞങ്ങൾ എത്തുമ്പോഴെല്ലാം അവർക്കായി ഒരു സർപ്രൈസുമായിട്ടാണ് ഞങ്ങൾ ബ്രില്യൻ ഫാമിലി എത്താറുള്ളത്. ഇന്ന് കേരളത്തിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ കുട്ടികൾക്കായി ഞങ്ങളൊരു വലിയ സർപ്രൈസുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കിയിരിക്കുന്ന സർപ്രൈസാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ബോക്സുകൾ കാണാൻ കഴിയുന്നുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും കുറച്ച് ക്യൂരിയസ് ആണ് ഇതിലെന്താണെന്നറിയാൻ. എൻ്റെ ഒപ്പം ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുള്ള ബോക്സ് ഉണ്ട്. ഈ ബോക്സിനകത്ത് അവർ ഈ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് അവരുടെ ഹൃദയത്തുടി പറഞ്ഞ കുറച്ച് സ്ഥലങ്ങൾ ഈ ക്യാമ്പസിൽ എവിടെയൊക്കെയോ ഉണ്ട്. ആ സ്ഥലങ്ങളുടെ ക്ലൂ അടങ്ങിയ ഒരു ബോക്സാണ് എൻ്റെ ഈ ക്വസ്റ്റ്യൻ മാർക്കിലുള്ളത്. ഈ ഓരോ ക്ലൂവിലും അവരുടെ ഹൃദയത്തുടി പറഞ്ഞ് അവർ നടന്നു നീങ്ങുന്ന ഈ ക്യാമ്പസിന്റെ പല ഭാഗങ്ങളിലൂടെ അവർ സഞ്ചരിച്ച് അവർ ഓരോ ബോക്സുകളും കണ്ടെത്തി ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിലെന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ? സോ ഇനി വരും നിമിഷങ്ങളിൽ ഈ ഓരോ ബോക്സിലും എന്ത് ക്ലൂ ആണെന്ന് കണ്ടുപിടിച്ച് ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് എത്തുമ്പോൾ ബ്രില്യൻ സ്റ്റഡി സെന്ററിന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് എന്താണ് പറയാനുള്ളതെന്നും അവർ ഞങ്ങൾക്കായി എന്താണ് ഈ ബോക്സിനുള്ളിൽ നിന്നും കണ്ടെത്തുക എന്നും നമുക്ക് ഒരുമിച്ച് തന്നെ കാണാം. നമുക്ക് ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ് കഴിയുന്ന സമയമായിട്ടുണ്ട്. നമുക്കിനി എത്രയും പെട്ടെന്ന് ടാസ്കിലോട്ട് കിടക്കാം. അതെ, ഞങ്ങളുടെ ഈ ബോക്സുകൾ ഈ ക്യാമ്പസിൻ്റെ പല സ്ഥലങ്ങളിലായി ഒന്ന് ഒളിപ്പിച്ചു വെക്കാൻ പോവുകയാണ്. ഞങ്ങളുടെ കുട്ടികളെത്തി അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നും അവർ ഇതിനകത്ത് നിന്ന് എന്തൊക്കെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നും അവർക്ക് ഞങ്ങളോടും ഞങ്ങൾക്ക് അവരോടും എന്താണ് പറയാനുള്ളതെന്നും
നമുക്കൊന്ന് കണ്ടാലോ? ഇത് ഭയങ്കര സർപ്രൈസാണ് കേട്ടോ. അവർക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയും ഞങ്ങൾ കൊടുത്തിട്ടില്ല. സോ ഞങ്ങളുടെ കുട്ടികൾ എങ്ങനെയാണ് ഈ ബോക്സുകളെ അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാത്തിരിക്കാം. ഓക്കെ, നമുക്ക് ടാസ്കിലേക്ക് കിടക്കാം. യെസ്. ഞങ്ങളുടെ 4 ബോക്സുകളും ഈ ക്യാമ്പസിൻ്റെ പല സ്ഥലങ്ങളിലായി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുട്ടികളൊക്കെ ക്ലാസ് കഴിഞ്ഞ് ഏകദേശം പുറത്തിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി അവർ ഓരോ ബോക്സുകളായിട്ട് കണ്ടെത്തി എന്താണ് അതിലുള്ളതെന്ന് അറിഞ്ഞ് ഞങ്ങളിലേക്ക് അവർ എത്തുന്ന ദൂരം വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളെപ്പോലെ തന്നെ ഞാനും വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഈഗറാണ്. ഞങ്ങളും അവരും തമ്മിലുള്ള ദൂരം വളരെ കുറഞ്ഞ് ഏറ്റവും അടുത്ത നിമിഷങ്ങളിൽ അവർ ഞങ്ങളിലേക്കും ഞങ്ങൾ അവരിലേക്കും എത്താൻ പോവുകയാണ്. സോ ഈ നിമിഷത്തെ നമുക്കൊന്നിച്ച് കാത്തിരുന്ന് കാണാം. കുളമാക്കല്ലേ മക്കളെ. കേരളത്തിലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ബ്രില്യൻ സ്റ്റഡി സെന്ററിലെ ഞങ്ങളുടെ വിദ്യാർത്ഥിനികൾക്കൊപ്പമാണ് ഞങ്ങൾ ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത്. ബ്രില്യൻ ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നതിൽ നിങ്ങൾ സന്തോഷമുണ്ടോ? ഇത്രയാണോ സന്തോഷം? ബ്രില്യൻ സ്റ്റഡി സെന്ററിനൊപ്പം ഇന്ന് ഈ സായാഹ്നം ചെലവഴിക്കുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ? ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഇഷ്ടപ്പെട്ടോ? വെണ്ണിലവേ നിന്നരികിൽ മിന്നും താരമിന്നു മാഞ്ഞിടുന്നു നെഞ്ചകമേ പൊള്ളിടുമാ വേനൽ മാറി പെയ്തലിഞ്ഞു പോകുമോ ഗസലായി പാടുന്നീരാവേരെ ഓർമ്മകൾ ഈശ്വരിൻ താളങ്ങളായി മാറി ഈ നൊമ്പരം ഓരിതളായി ഈ വനിയിൽ വീണടിയും സാഗര
2022-23 അധ്യയന വർഷം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്ത ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ കാണുവാനും നിങ്ങളോടൊപ്പം ഒരു മനോഹര സായാഹ്നം ആസ്വദിക്കാനും ഞങ്ങൾ എൻ്റെ ബ്രില്യൻ ഫാമിലിയെ പ്രതിനിധീകരിച്ച ബ്രില്യൻറ്റിൻ്റെ കുടുംബാംഗങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നു. ഈ മനോഹര സായാഹ്നത്തിലേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൻ്റെ മക്കളെ ഞങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ അഭിമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ആ ഒരു ബോക്സിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. ആ ബോക്സിൽ നിന്നും പേപ്പർ കൈവശം കിട്ടിയവര് ദയവ് ചെയ്ത് ഒന്ന് മുന്നോട്ട് വരേണ്ടതാണ്. വീണടിയും എന്താ പേര്? അശ്വിൻ. ആദ്യത്തെ ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ച അശ്വിന് കിട്ടിയ പേപ്പർ തുറന്ന് വായിക്കാൻ പോവാണ്. നമുക്കൊന്ന് കേട്ടാലോ? പുതിയൊരു ലോകം, ഇളം തെന്നൽ മൂളുന്ന ഗാനം, ഇളവയെ പോലുള്ള സ്നേഹം. It is the beginning of new heights for you. Continue to be dedicated to your studies. We wish you a successful life. Yours, Brilliant Family. We know your future will be so bright and we look forward to hearing about your academic excellence. We are so happy for you, wishing you all the very best in life. We are solely Brilliant Family. Wherever you all are, always you will be in our hearts. With love, Brilliant Family. ഒരുപാട് സന്തോഷത്തോടെ ബ്രില്യന്റിൽ നിന്നും ഉയർന്ന മാർക്ക് വാങ്ങി നിങ്ങൾ വിട പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയിലുണ്ടാവും ബ്രില്യന്റ് ഫാമിലി ഒന്നടങ്കം വിക്ടറി ഡേയിൽ നിങ്ങളെ അനുഗ്രഹിച്ച് യാത്രയാക്കിയത്. അതേ സ്നേഹത്തോടെ കരുതലോടെയാണ് ഇന്ന് ഞങ്ങളുടെ മക്കൾ കാണാൻ ബ്രില്യന്റ് ഫാമിലി ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ വർഷങ്ങളായുള്ള നിങ്ങളുടെ സ്വപ്നം അത് സാക്ഷാത്കരിച്ചുകൊണ്ട് ഇത്രയും വലിയൊരു ക്യാമ്പസിന്റെ കവാടം കടന്ന് നിങ്ങൾ ഈ മെഡിക്കൽ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങളുടെ മനസ്സിൽ വന്ന ചിന്ത എന്തായിരുന്നു? അത് ബ്രില്യന്റ് നമ്മളെ കുറെ ലൈഫ് കുറെ സിസ്റ്റമാറ്റിക് ആയിട്ട് എല്ലാം ചെയ്തു തീർക്കാനും എല്ലാം ടൈമിൽ പഞ്ച്വൽ അങ്ങനെ കുറെ നമ്മളെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം ഈ കോളേജിൽ വന്ന പിന്നെ ബ്രില്യന്റിൽ നിന്ന് വേറെ വിട്ടുപോയതായിട്ടൊന്നും തോന്നില്ല. അക്കാഡമിക്സ് ആയാലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് ബ്രില്യന്റിൽ നിന്നും ഇവിടെ വന്നപ്പോൾ. വളരെ മനോഹരമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നാണ് പറഞ്ഞത്. ഒരു പെൺകുട്ടിയോടും കൂടി നമുക്ക് ചോദിക്കാം, എന്താണ് ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഡ്രീമിലുള്ള ഒരു കോളേജ് തന്നെയായിരുന്നു. ബ്രില്യന്റിനോട് എപ്പോഴും താങ്ക്ഫുൾ ആണ് അതിന്. വാക്കുകൾ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്താൻ ഒരാളെ തയ്യാറായി നിൽക്കുവാണ്. വളരെ കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ വന്നപ്പോ എന്തായി, എനിക്ക് നീറ്റ് കിട്ടിയല്ലോ. ആർക്കും വലിയ പ്രതീക്ഷ ഒന്നുമില്ല എനിക്ക് നീറ്റ് കിട്ടുമെന്ന്. അപ്പോൾ ഇത് കിട്ടിയിട്ട് വീട്ടിലൊക്കെ വിളിച്ച് പറയുന്നൊരു സമയം ഭയങ്കര സന്തോഷമായി. ബ്രില്യന്റ് എനിക്ക് ഭയങ്കര സൗകര്യമായിരുന്നു. നല്ലോണം പഠിക്കാൻ പറ്റും, നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം, റെഫറൻസിന് പോവാം. ബ്രില്യന്റ് ഉള്ളതുകൊണ്ട് എത്തി ഇവിടെ വരെ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് ക്ലാസ് ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ വൈറ്റ് കോട്ടൊക്കെ ഇട്ടായിരുന്നല്ലോ ക്ലാസ്സിൽ, അങ്ങനെയല്ലേ? നിങ്ങൾക്ക് നിർബന്ധമല്ലേ ക്ലാസ്സിൽ വൈറ്റ് കോട്ടൊക്കെ ഇടണമെന്നാണോ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ സന്ധ്യാസമയത്ത് വൈറ്റ് കോട്ടൊക്കെ ഇട്ടിരുന്ന ആ ഒരു ചൂടും ഒക്കെ ആയിട്ടിരുന്നതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്, ഞങ്ങളുടെ കൂടെ ഈ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യുകയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരുപാട് വർഷം നിങ്ങൾ ആ വൈറ്റ് കോട്ട് നിങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിന് 1, 2, 3 വർഷമൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അത്രയും ആഗ്രഹമായിരുന്നു. അപ്പോൾ ബ്രില്യന്റിൽ നിന്ന് പഠിച്ച് നിങ്ങൾ സക്സസ് ആയി ഇവിടെ വന്ന് നിങ്ങളുടെ വൈറ്റ് കോട്ട് സെറിമണി നിങ്ങളുടെ സ്വപ്നമായിരുന്നില്ലേ? സത്യം പറഞ്ഞേ
വൈറ്റ് കോട്ട് സെറമണി, നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ഒക്കെ വൈറ്റ് കോട്ട് സെറമണിയുടെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അത് കിട്ടാനായിട്ട് നിങ്ങൾ അത്രയും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടില്ലേ? ഇല്ലേ? അപ്പോൾ ആ ഒരു സെറമണി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നടക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായി മാറിയപ്പോൾ ശരിക്കും എന്തായിരുന്നു നിങ്ങൾക്ക് ആരോടൊക്കെയായിരുന്നു നന്ദി പറയാൻ ആ സമയത്തുണ്ടായിരുന്നത്? ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തായിരുന്നു? നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷമാണ് അതിൽ നിന്ന് കിട്ടിയത്? അതൊന്ന് ഞങ്ങളോടൊന്ന് പങ്കുവെക്കാമോ? കാര്യം ഞങ്ങൾക്ക് വൈറ്റ് കോട്ട് സെറമണി അറ്റൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. അപ്പം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അതിലൂടെ കടന്നുപോയി എത്രത്തോളം സന്തോഷം അനുഭവിച്ച് കടന്നുപോയി അതറിയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കേട്ടോ. കുറെ വർഷങ്ങൾ ആഗ്രഹിച്ച ആ ഒരു ദിവസം തന്നെയായിരുന്നു അത്. അപ്പം നല്ല സന്തോഷം ഉണ്ടായിരുന്നു. ആരോടൊക്കെയാ നന്ദി പറയാനുള്ളത്? പ്രത്യേകിച്ച് എൻ്റെ അച്ഛനും അമ്മയായിട്ട് തന്നെ. പിന്നെ ബ്രില്യൻറ്റ്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എന്നെ അറിയായിരിക്കും അല്ലേ? കൊറോണ വന്നുകൊണ്ട് ഭാഗ്യം കിട്ടി മറ്റൊരു വ്യക്തിയാണ് ഞാൻ. ഏതാണ്ട് 24 വർഷമായിട്ട് ബ്രില്യൻറ്റിലും എൻട്രൻസിനും ഒപ്പം ഞാൻ ഉണ്ടായിരുന്നു. അതായിരുന്നു നിങ്ങളുടെ മുമ്പിൽ ഡോക്ടർമാരുടെ മുമ്പിൽ നിൽക്കാനുള്ള എനിക്കുള്ള ഏക യോഗ്യതയും. ഓക്കെ, അപ്പം നമ്മുടെ നീറ്റ് എക്സാം കഴിഞ്ഞ് ആ മാർക്ക് കിട്ടുന്ന സമയം തൊട്ട് പേരൻസും കുട്ടികളും ചോദിക്കും എങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് ഓപ്ഷൻ കൊടുക്കേണ്ടത് എന്നുള്ളത് പറയും. അപ്പം നിങ്ങൾക്കറിയാം, നമ്മൾ പറയുന്നത് എല്ലാം ഒരേ ഓർഡർ എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വർഷങ്ങളായിട്ട് ഇങ്ങനെ കാണാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഏത് കോളേജിന്റെ ഓർഡർ പറഞ്ഞു കഴിഞ്ഞാലും മിക്കവാറും പറയുന്ന എല്ലാം ഒരേ ഓർഡർ തന്നെ ആയിരിക്കും. അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു കോളേജ് തന്നെയാണ് അല്ലേ? ഏതാണ്ട് 656 മെഡിക്കൽ കോളേജാണ് ഇപ്പൊ NMCയുടെ ലിസ്റ്റിൽ കിടക്കുന്നത്. അതിനകത്ത് ആദ്യത്തെ 10-നകത്തുള്ളതാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ശരിയാണോ? നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് തോന്നി? ഈ ക്യാമ്പസ് ലൈഫ്, ഫാക്കൽറ്റി, ഇവിടെ നിന്നുള്ള റിസൾട്ടുകൾ കറക്റ്റ് ആണോ? നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നോ? ഒന്നുകിൽ നിങ്ങളുടെ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല രണ്ടാമത്തെ ഓപ്ഷൻ ആയിരുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. എയിംസ്, ഡൽഹിയോ ജിപ്മറോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് നിങ്ങൾക്ക് കയറി വന്നു, നിങ്ങൾ വൈറ്റ് കോട്ട് ഇട്ടു, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ഏറ്റവും അട്രാക്ഷൻ ആയിട്ടുള്ള കാര്യം എന്തായിരിക്കാം? നിങ്ങളുടെ സൗഹൃദമായിരിക്കാം, ഫാക്കൽറ്റീസ് ആയിരിക്കാം, സീനിയേഴ്സിന്റെ കാര്യങ്ങളായിരിക്കാം. ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു സഞ്ചാരത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളൊരു 40-45 വയസ്സൊക്കെ ആകുമ്പോഴായിരിക്കും ഏറ്റവും നല്ല ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ സമയത്തിലൂടെ നിങ്ങൾ പോകുമ്പോൾ ഇപ്പോൾ ഈ ക്യാമ്പസിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് 4 മാസമായി, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി 4 മാസം കഴിഞ്ഞിരിക്കുന്നു നിങ്ങൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ ചെലവഴിക്കാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റിൽ നിങ്ങൾക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ കുറിച്ച് നിങ്ങളുടെ ജൂനിയേഴ്സിനോട് പറയുമ്പോൾ, അല്ലെ ഞങ്ങൾക്ക് അവരോട് പറഞ്ഞു കൊടുക്കാനും പറയുമ്പോൾ, അല്ലെ എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്തിനു ആദ്യം ഓപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് എന്താണ് ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്? നിങ്ങൾക്ക് വന്നിട്ട് ഈ 4 മാസത്തെ ക്യാമ്പസിനിടയിൽ ഒറ്റ വാക്കിൽ എന്താണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏറ്റവും അട്രാക്ഷൻ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഡ്രീം ആയിരുന്നു ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ്. അപ്പം ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, പഠിക്കാനും അതുപോലെ ഫ്രണ്ട്സും പിന്നെ ഹോസ്റ്റൽ എല്ലാം വളരെയധികം നമ്മൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡ്രീമിൽ ഉറപ്പായിട്ട് എത്താൻ പറ്റും. അപ്പം ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡ്രീം ചെയ്യുക. ഡ്രീം ചെയ്യുന്നതിന് നല്ല ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് കിട്ടിയിരിക്കും. കുറേ ടെൻഷൻ അടിക്കണ്ട. നമ്മളത് ഡ്രീമിലുണ്ടെങ്കിൽ നമുക്കത് പറ്റും എന്ന് വിചാരിച്ചാൽ മതി. പിന്നെ ബ്രില്യൻ്റ് നമ്മളെ ഒത്തിരി സഹായിക്കും. അവിടുത്തെ ഫെസിലിറ്റീസും ടീച്ചേഴ്സും. പിന്നെ എനിക്ക് ഓരോ എക്സാം കഴിഞ്ഞും റാങ്ക് അനാലിസിസ് ഉണ്ടായിരുന്നു. അപ്പം ജോർജ് സാറ് തരുന്ന മോട്ടിവേഷൻ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നീറ്റ് എക്സാമിന് തലേന്ന് ഞങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു. ആ സമയം സാറ് പറഞ്ഞത് നിങ്ങളെ കൊണ്ട് പറ്റും മക്കളെ. സാറിൻ്റെ ആ വാക്ക് എനിക്ക് എക്സാം എഴുതുമ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതൊക്കെ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിരുന്നു. എനിക്ക് ദൈവത്തിനോടും എൻ്റെ പേരൻസിനോടും ടീച്ചേഴ്സിനോടും ബ്രില്യൻ്റിലെ എല്ലാ ഫാക്കൽറ്റീസിനും എല്ലാവരോടും ഒത്തിരി നന്ദി പറയാനുണ്ട്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നെ സംബന്ധിച്ച് മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കാൻ എനിക്കൊരു സ്റ്റെതസ്കോപ്പ് വഴി സാധിക്കുമെങ്കിൽ അത് വളരെ വലിയ കാര്യമാണ്. അപ്പോൾ അതിന് ഏറ്റവും നല്ല സ്ഥലമാണിത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഓരോ നമ്മുടെ നടപ്പാത ആയാലും ഓരോ വാളുകളായാലും അവിടെ എല്ലാം അറിവുണ്ട്. അത് നമുക്ക് ശേഖരിക്കാൻ പറ്റും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ ഇനി നമ്മൾ സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോൾ വാർഡ്സിൽ പോവും. അവിടെ നമ്മൾ രോഗികളെ കണ്ട് അവരുടെ അവസ്ഥ അറിഞ്ഞ് നമ്മൾ
പഠിക്കാൻ തുടങ്ങും. ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കുന്ന ആ രോഗിയിൽ നിന്നാണ്. ഇപ്പോൾ ഒരസുഖം തന്നെ പല ലക്ഷണങ്ങൾ കാണും. പുസ്തകം പഠിച്ച് തിയറി മാത്രം പഠിച്ചിട്ടും കാര്യമില്ല. നമ്മൾ ആ കണ്ട് പഠിക്കുന്നതിലാണ് നമ്മളെ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു ഡയഗ്നോസിസ് ചെയ്യാൻ നമുക്ക് ആ കഴിവ് ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ എനിക്ക് മെഡിക്കൽ കോളേജിനെ പറ്റി പറയാനുള്ളത്. ട്രിവാൻഡ്രം ഹിസ്റ്റോറിക്കാണ്. നമ്മൾ നടക്കുമ്പോൾ തന്നെ ഈ കോളേജ് എത്ര 50-70 വർഷങ്ങളുടെ എക്സിസ്റ്റൻസ് നമുക്ക് വെളിപ്പെടും. ആ ഫീലുണ്ട്. അപ്പോൾ ഇത്രയും കൊല്ലങ്ങൾ ഈ മെഡിക്കൽ കോളേജ് ഇറ്റ് ഹാസ് വിത്ത്സ്റ്റഡ് ദ ടെസ്റ്റ് ഓഫ് ടൈം. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ കോട്ടയത്തായിരുന്നു ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം ഇവിടെ വന്നു. എനിക്ക് 2 കോളേജ് ഒരേപോലെ ഇഷ്ടമായി. പക്ഷെ ഇവിടെ ഞാൻ കണ്ടതിൽ വെച്ചൊരു മെറിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇവിടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഹിസ്റ്റോളജി 4 റീഡ്രോയും കിട്ടി. പിന്നെ എന്താ പറയാ, എന്തെങ്കിലും എക്സാമും കഴിഞ്ഞ് മാർക്കും കുറഞ്ഞ് പിന്നെ രാവിലെ വീണ്ടും കോളേജിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ RCCന്റെ ഫ്രണ്ടിലൂടെയും ഇതിലൂടെയൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവാണ് നമ്മൾ അനുഭവിക്കുന്നത് ഒരു ടെൻഷനല്ല. നമ്മൾക്കുള്ളതിനേക്കാളും സങ്കടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അപ്പൊ അവരുടെ കൂടെ നിൽക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് തരുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഉള്ളത് എന്നുള്ളൊരു നമുക്ക് തരുന്നൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് അത്രയും അടിപൊളി ഒരു ക്യാമ്പസിലാണ് നമ്മൾ നിൽക്കുന്നത്. കാരണം കോട്ടയത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഹോസ്പിറ്റലിന്റെ ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു ക്യാമ്പസാണിത്. ഇവിടെ നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എല്ലാം കാണാനും ഫുൾ ക്യാമ്പസ് കാണാനും ഹോസ്പിറ്റൽ കാണാനും ഒക്കെ ഉള്ള അവസരമുണ്ട്. അപ്പം അത് ഒരു അടിപൊളി ക്യാമ്പസ് ആയിട്ടാണ് എനിക്ക് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ക്യാമ്പസ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇത്ര നേരം ഷിവിൻ സാറ് ചോദിച്ചത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിന്റെ ഒരു അട്രാക്ഷൻ, നിങ്ങൾക്ക് അട്രാക്ഷൻ തോന്നിയത് എന്താണെന്നാണ് സാർ ചോദിച്ചത്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് നമ്മുടെ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല, ബ്രില്യന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ വൺ ഓഫ് ദി ഫാക്ടേഴ്സ്, അതായത് ഏതെങ്കിലും ഒരു എലമെന്റ് ഉണ്ടാവുമല്ലോ. ബ്രില്യന്റ് എന്ന് കേൾക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, അതായത് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം, ഒറ്റ വാക്കിൽ ഉത്തരം പറയണം. ഓക്കെ, ബ്രില്യന്റ് എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വരുന്ന എക്സാം ആണ്. ആഴ്ചയോറുള്ള എക്സാം പേടിയായിരുന്നു ആദ്യം. പിന്നെ ഫുഡ്, പപ്സ്, ടീച്ചേഴ്സ് ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഡയറക്ടേഴ്സും സപ്പോർട്ടായിരുന്നു. നമുക്ക് ഇഷ്ടം പോലെ ലൈബ്രറീസ് ഉണ്ടായിരുന്നു, ഹോസ്റ്റലിലായാലും ലൈബ്രറീസ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. അതൊരുപാട് യൂസ് ചെയ്യാൻ പറ്റി. E-Learn ആപ്പ് യൂസ് ചെയ്യായിരുന്നു, അതുവഴി ഒരുപാട് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റി. അതൊക്കെ ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ഇവിടെ എത്താൻ ബ്രില്യൻ്റ് ഒരുപാട് സഹായിച്ചു, അതിലൊരുപാട് നന്ദിയുണ്ട്. ക്യാഷ് പ്രൈസും എക്സാമിൻ്റെ വെച്ചുള്ള ക്യാഷ് പ്രൈസും ഗോൾഡും. എനിക്ക് ബ്രില്യൻ്റ് എന്ന് ഓർമ്മ വരുമ്പം സിസ്റ്റമാറ്റിക്സ് ആണ്. എല്ലാം സിസ്റ്റമാറ്റിക് ആയിട്ട് അവിടെ പോകാറുള്ളത്. എക്സാം ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലാസ്റ്റ് ഇത്രയും പോർഷൻസ് ഇങ്ങനെ പെട്ടെന്ന് റിവൈൻ ചെയ്യുന്ന രീതിയിൽ ഓരോ ആഴ്ചയിലും എക്സാം നമ്മളെ അവിടെ എത്തിക്കും. അത് ബ്രില്യൻറ്റിന് മാത്രമേ പറ്റുള്ളൂ. പിന്നെ ഹോസ്റ്റൽ, ഞാൻ പേളിലായിരുന്നു. അപ്പം അവിടുത്തെ അറ്റ്മോസ്ഫിയർ, അവിടെയുള്ള ഒട്ടുമിക്ക കുട്ടികളും ഇപ്പോൾ എൻ്റെ കൂടെ ഇവിടുത്തെ ഹോസ്റ്റലിലുണ്ട്, ഇവിടെ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പം ആ ഒരു സൗഹൃദം എനിക്ക് ഇവിടെയും കിട്ടിയിട്ടുണ്ട്. ഓവറോൾ ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാരണം ബ്രില്യൻ്റ് ആണ്. എൻ്റെ പേരൻസ് ഉണ്ട്, എൻ്റെ ഫാമിലി ഉണ്ട്, അതോടൊപ്പം തന്നെ ബ്രില്യൻ്റ് ഫാമിലിയാണ്. സോ താങ്ക് യു ബ്രില്യൻ്റ്. ബ്രില്യൻ്റിൽ പറയുമ്പോൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര സിസ്റ്റമാറ്റിക് ആയിട്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അത് പഠിക്കാൻ വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്കറിയാം 2023 നീറ്റ് എക്സാം മെയ് 7-ാം തീയതിയാണ്. ഇനി കൃത്യമായിട്ട് പറഞ്ഞാൽ 68 ദിവസമേ ഉള്ളൂ. ഈ വർഷത്തെ നീറ്റ് എക്സാമിന് അടുത്ത ഫസ്റ്റ് ഇയേഴ്സ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നത് ആഗസ്റ്റ് 15 ആയിരിക്കും നിങ്ങൾ സീനിയേഴ്സ് ആകുന്നതും. അപ്പം ഈ ഒരു സമയത്ത് നമുക്ക് ബ്രില്യൻറ്റിലെ ക്ലാസ്സുകളൊക്കെ തീർന്നിരിക്കുന്ന സമയമാണ്. മോഡൽ എക്സാമുകൾ മാർച്ച് 5-ാം തീയതി ആരംഭിക്കുന്നു, യൂണിറ്റ് എക്സാമുകളൊക്കെ ആരംഭിക്കുന്നു. നമുക്കറിയാം മോഡൽ എക്സാമുകളുടെ പ്രാധാന്യവും ഓഫ്ലൈനായിട്ട് എഴുതേണ്ട പ്രാധാന്യവും നിങ്ങൾക്ക് അതിലൂടെ കിട്ടിയ ഇംപ്രൂവ്മെന്റും എല്ലാം നിങ്ങൾക്കറിയാം.
നമുക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഓർത്ത് നോക്കുകയാണെങ്കിൽ ബ്രില്യൻറ്റിൽ ചേരുന്ന സമയത്തുള്ള നിങ്ങളുടെ സ്കോറും തിയറി തീർന്നു കഴിഞ്ഞപ്പോഴുള്ള സ്കോറും നീറ്റ് എടുത്തോട് കഴിഞ്ഞ എത്രയായിരുന്നു? ജൂലൈ 17-ാം തീയതി ആയിരുന്നു നിങ്ങളുടെ നീറ്റ് എക്സാം. ആ നീറ്റ് എക്സാം എത്തിയപ്പോൾ നിങ്ങളുടെ സ്കോർ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി? മോഡൽ എക്സാമുകളിലൂടെ എക്സാം എഴുതുന്നതിലൂടെ എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റി? ചേർന്നപ്പോഴുള്ള ബ്രില്യൻറ്റ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, തിയറി ക്ലാസ്സുകൾ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ആയപ്പോഴുള്ള എക്സ്പീരിയൻസ്, മോഡൽ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മുമ്പോട്ട് പോകാൻ കഴിഞ്ഞു? എക്സാം എഴുതിലൂടെയാണ് നമുക്ക് നമ്മൾ എത്രത്തോളം പഠിച്ചെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും എല്ലാ എക്സാമും എന്തായാലും അറ്റൻഡ് ചെയ്യണം. പിന്നെ അതിൽ തെറ്റുന്ന ക്വസ്റ്റ്യൻസ് വേണം വീണ്ടും ചെയ്ത് പഠിക്കാനും, ആ ടോപ്പിക്ക് വേണം പഠിക്കാനൊക്കെ. അങ്ങനെ മാത്രമേ നമുക്ക് എന്താ പറയുക നീറ്റ് എക്സാം എളുപ്പമാകാൻ പറ്റുള്ളൂ. അപ്പോൾ മോഡൽ എക്സാം അങ്ങനെ ഒരുപാട് സഹായിച്ചിരുന്നു. ചില പരീക്ഷകളിലൊക്കെ ഇങ്ങനെ മാർക്ക് കുറഞ്ഞു വരും, പക്ഷേ അപ്പോഴും നമ്മൾ എന്താ പറയുക നിരാശപ്പെടാതെ വീണ്ടും പഠിക്കണം. അപ്പോൾ തെറ്റിയ ക്വസ്റ്റ്യൻ വേണം ചെയ്ത് പഠിക്കാൻ വീണ്ടും. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ പഠിക്കണം. എൻ്റെ പേര് ഇഷാനി. ഞാൻ ബ്രില്യൻറ്റിൽ പഠിക്കുന്നതിന് മുമ്പ് എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞാൽ 321 ആയിരുന്നു. ഇപ്പോൾ ഇവിടെ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ മാർക്ക് 652. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് ബ്രില്യൻ്റ് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ഇവിടുത്തെ ടീച്ചേഴ്സ് മാത്രമായിരിക്കും പഠിപ്പിക്കുന്ന, നമ്മുടെ ഫാക്കൽറ്റി മാത്രമായിരിക്കുമെന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മുടെ ഓരോ ബാച്ചിനും ഓരോ ക്ലാസ് ടീച്ചേഴ്സിനെ കൊടുക്കത്തില്ലേ. അപ്പോൾ എനിക്ക് കിട്ടിയ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പം ടെൻഷനാവുന്ന സമയത്ത് അവർ ശരിക്കും നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമ്മൾ മാർക്ക് പറഞ്ഞാൽ അവർ ഓക്കെ ഇങ്ങനെ പഠിച്ചാൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ നല്ല രീതിയിൽ അവർ ഇതാക്കും. അതെനിക്കിനെ സാറായിരുന്നാൽ പോലും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാലോ സാറിനെ, കാരണം ഓരോരുത്തരും അങ്ങനെയാണ്. ബ്രില്യൻറ്റ് ഫാമിലി നമ്മൾ ചെന്നാൽ ഈവൻ നമുക്കറിയാലോ, നമ്മൾ ഇപ്പം അറിയുന്ന പോലെ നിങ്ങൾക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ എക്സാം ഓക്കെ ഞാൻ ഓൺലൈനായിരുന്നു. പിന്നെ ഓൺലൈൻ തന്നെ, പക്ഷേ റഫ്താജ് പറഞ്ഞ പോലെയായിരുന്നു. അപ്പോൾ ഞാൻ ഓൺലൈൻ ആയ സമയത്ത് ഓക്കെ 600 കിട്ടുമായിരുന്നു. അപ്പോൾ 2020 കൊറോണ നല്ല എളുപ്പമൊക്കെ ആയിരുന്നു. എന്നിട്ടാൽ പോലും എനിക്ക് 600 ഒക്കെ ആയിരുന്നപ്പോൾ വിചാരിച്ചു ഓക്കെ കിട്ടുമെന്ന്. പക്ഷേ ഫുൾ ഓൺലൈൻ ആയിരുന്നു, ഓഫ്ലൈൻ എക്സാം എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ റിസൾട്ട് വന്നു ഓക്കെ എനിക്ക് 558 ആയിരുന്നു. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ പറഞ്ഞു ഓക്കെ ഒരു തവണയും കൂടി ചെയ്തു നോക്കാം. അങ്ങനെ ചെയ്തു. പിന്നെ ഫുൾ ഓഫ്ലൈൻ എക്സാമാണ് എഴുതിയത്. എൻ്റെ പാരൻസ് ഭയങ്കര പോലും അവർ തലേന്ന് പോലും പറഞ്ഞു വിട്ട് ഓഫ്ലൈൻ എക്സാം എഴുതി. എനിക്കിപ്പോൾ 652 കിട്ടി. അപ്പോൾ എൻ്റെ മിസ്സും പറഞ്ഞിട്ടുള്ളതാ, കുറേ കുട്ടികൾ പഠിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവർ എക്സാം എഴുതൂല. ഫുൾ തിയറി. ഫിസിക്സിന് മാർക്ക് കിട്ടുന്നില്ല. ഓക്കെ ബയോളജി കിട്ടുന്നുണ്ട്, കെമിസ്ട്രിയും ചിലപ്പം ഇനോർഗാനിക് ഉള്ളതുകൊണ്ട് കിട്ടും. പക്ഷേ ഫിസിക്സ് കിട്ടുന്നില്ല. എന്തുകൊണ്ട് കിട്ടുന്നില്ല? ക്വസ്റ്റ്യൻ ചെയ്ത് നോക്ക്, കിട്ടും, എന്തായാലും കിട്ടും. പിന്നെ ടെൻഷൻ ഒരാവശ്യമില്ല. ടെൻഷൻ അടിച്ചാൽ ഉള്ളതും കൂടി മറന്നു പോകും. കൂളായിട്ടിരിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. നമ്മുടെ ജൂനിയേഴ്സിന് ട്രിവാൻഡ്രം കോളേജിൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് പറയാം, നമ്മൾ ഇവിടെ ഈ കോളേജിൽ വരികയാണെങ്കിൽ നമ്മൾ പറയാം പഠിത്തം മാത്രമല്ല ഇവിടെ ഉള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. നമുക്ക് ടെൻഷൻ ഫുള്ളി കുറയുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട്. നമ്മുടെ പഠിത്തം മാത്രമല്ല, നമുക്ക് നമ്മുടെ കഴിവ് പോലും നമുക്ക് ഇതാക്കാൻ പറ്റും. സോ നമ്മളെല്ലാവരും ഇനി നീറ്റ് എഴുതിയിട്ട് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് സ്വപ്നം കാണുന്ന നമ്മുടെ സ്വന്തം ജൂനിയേഴ്സിനോട് ഞാൻ പറയാം, നിങ്ങൾ ടെൻഷൻ അടിക്കാതെ നന്നായിട്ട് പഠിക്കുക, നിങ്ങളുടെ വിശ്വാസം ഇതാക്കുക. ഒരിക്കലും ടാലൻ്റ് അല്ല, ഹാർഡ് വർക്ക് ഓൾവേസ് ബീറ്റ് ടാലന്റ്, റൈറ്റ് അല്ലേ? അതിനുള്ള തെളിവാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന നമ്മളെല്ലാവരും. സോ എല്ലാവർക്കും ഇനി 2023 എല്ലാവർക്കും നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ സ്റ്റുഡൻസ് ഒരു വിഷ് ചെയ്താലോ നമ്മുടെ ജൂനിയേഴ്സിന് വേണ്ടിയിട്ട്? ഹലോ, ഞാൻ സലാഹുദ്ദീൻ. എനിക്ക് ബ്രില്യൻ്റ് ഫാമിലിയോട് നന്ദി പറയാൻ കിട്ടുന്ന ഒരു അവസരം കൂടെയാണിത്. ആദ്യമായി ഞാൻ ബ്രില്യൻ്റ് ഫാമിലിയോട് നന്ദി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഹോസ്റ്റല്, അവിടുത്തെ അത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ടുകൊണ്ടാണ് ഇത്രയും കുട്ടികളെ, ഏകദേശം 15,000-ഓളം കുട്ടികൾ പഠിക്കുമ്പോൾ അത്രയേറെ സിസ്റ്റമാറ്റിക് ആയിട്ട് ബ്രില്യൻ്റ് നമ്മ എല്ലാവരെയും കൊണ്ടുപോയത്. അത് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. അതിന് ഞാൻ ബ്രില്യൻ്റിനോട് നന്ദി അറിയിക്കുകയാണ്. ഞാൻ CCST ബാച്ചിലായിരുന്നു പഠിച്ചിരുന്നത്. ടീച്ചർ വീണ മാഡം. ഞാൻ ഹോസ്റ്റലിൽ പഠിച്ചിരുന്നത് നടക്കലായിരുന്നു. നടക്കലിൽ എൻ്റെ ഒരുപാട് നല്ല നല്ല സാറുമാർ. നമ്മൾ കുട്ടികളാകുമ്പോൾ കുട്ടികളുടെ വൈബും കുട്ടികളെ മാനസികാവസ്ഥയും ഒക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ പ്രതികരിക്കാനും നമ്മോട് സംസാരിക്കാനൊക്കെ കഴിവുള്ള ഒരുപാട് സാറുമാർ. ദീപക് സാറ് എടുത്തു പറയേണ്ട ഒരു പേരാണ്, ദീപക് സാറ്. പിന്നെ അതുപോലെ ആശിഷ് സാറ്, ഒരുപാട് സാറുമാർ. അവരൊക്കെ വീഡിയോ കാണുമെന്ന പ്രതീക്ഷയിലാണ് ഞാൻ അവരൊക്കെ പേര് പ്രതിപാദിക്കുന്നത്. ഇനി ഞാൻ എൻ്റെ സാറുടെ ചോദ്യത്തിലേക്ക് വരാം. അവസാനം ഒരു 2 മാസം അല്ലെങ്കിൽ 3 മാസം
ഒരുപാട് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം എന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ ഞങ്ങളെ സി ബാച്ചിൻ്റെ കോർഡിനേറ്റർ സ്റ്റീഫൻ സാർ ആയിരുന്നു. സ്റ്റീഫൻ സാർ എല്ലാ ദിവസവും രാത്രി വന്ന് എന്ത് ചെയ്യണം, ഇന്ന് നാളെ കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം എന്നൊക്കെ വന്ന് സാറ് ഇങ്ങനെ വന്ന് പറയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് സാറുടെ ഓരോ കോട്ട് അതൊക്കെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. ജീവിതത്തിന്റെ അവസാന വഴിയൊന്നുമല്ല MBBS, ഒരു സുന്ദരമായ വഴി മാത്രമാണ് MBBS എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സാർ എത്ര സുന്ദരമായിരുന്നു ഞങ്ങൾ അറിഞ്ഞില്ല. അവസാനത്തെ 2 മാസം വെറും ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തുകൊണ്ട് മാത്രം സാർ ഒന്ന് പറയായിരുന്നു, ഒരു ദിവസം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് വർക്കൗട്ട് ചെയ്യണം, നിങ്ങൾ ചാപ്റ്റർ വൈസ് പോകരുത് എന്ന് പറയും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ഇനി നിങ്ങൾ ഒരിക്കലും ചാപ്റ്റർ വൈസ് നിങ്ങൾ പോകരുത്, നിങ്ങൾ ബ്രില്യന്റിൽ നടക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ മാത്രം പോവുക. അങ്ങനെ ഒരു ദിവസം എനിക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന രീതി എനിക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നടക്കൽ ഹോസ്റ്റലിൽ ഒരു 10 മീറ്റർ നടന്നാൽ ബ്രില്യന്റിന്റെ പുതിയ ഡയമണ്ട് ബ്ലോക്ക് കാണായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി സ്റ്റീഫൻ സാറെ കണ്ടു. സാറേ എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. അപ്പോൾ സാർ എന്നോട് പറഞ്ഞു, സാറ് മോട്ടറാക്കാൻ പറഞ്ഞാന്ന് തോന്നുന്നു, എൻ്റെ മാർക്കൊക്കെ ചോദിച്ചു എന്നോട് പറഞ്ഞു, ഇതേ പഠിത്തത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിനക്കൊന്നുകിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടും, ഒന്നും കൂടെ സൂപ്പർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല എയിംസ് തന്നെ കിട്ടുമെന്ന്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര മോട്ടിവേറ്റ് ആയി. അങ്ങനെ സാറ് പറഞ്ഞു 2 ദിവസം കൊണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ബ്രില്യന്റിലെ അവസാനം നടന്ന ഒരു 3 മാസത്തെ എക്സാമുകളാണ് ഇന്ന് ഇവിടെ നിന്ന് സംസാരിക്കാൻ എന്നെ ഏറ്റവും എന്നിൽ ഉത്തേജിപ്പിച്ച ഒരു ഘടകം. താങ്ക് യു. നീറ്റ് 2022 വൈറ്റ് കോട്ട് ഇട്ട് നിങ്ങളെ കാണുന്ന ഞങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷം, നിങ്ങളുടെ പേരൻസിൻ്റെ അവരുടെ കണ്ണുകളിൽ കണ്ട അതേ ഒരു വികാരം, അതേ ഒരു സ്നേഹവായ്പാണ് നിങ്ങളെ കാണുമ്പോഴും ഞങ്ങൾക്കുണ്ടാകുന്നത്. ഓരോ ക്യാമ്പസുകൾ സന്ദർശിക്കുമ്പോഴും ആ ക്യാമ്പസിൽ ഏറ്റവും അധികം ആഗ്രഹിച്ച് ഏറ്റവും അധികം ഹാർഡ് വർക്ക് ചെയ്ത് അവിടെ പഠിക്കാൻ എത്തിയ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ബ്രില്യന്റിന്റെ ഒരു സ്നേഹോപകാരം ഞങ്ങൾ പങ്കുവയ്ക്കാറുണ്ട്. ഇവിടെ നിങ്ങളെ 4 മാസമായി എത്തിയിട്ട് നിങ്ങളെ ഓരോരുത്തരെയും നിങ്ങളുടെ സീനിയേഴ്സ് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എത്രത്തോളം അർപ്പണ മനോഭാവത്തോടെയാണ് നിങ്ങൾ ഈ ക്യാമ്പസിലുള്ള ഓരോ കാര്യങ്ങളും പഠിച്ച് നിങ്ങൾ നല്ലൊരു ഡോക്ടർ എന്നുള്ള ലക്ഷ്യത്തിലോട്ട് എത്തുന്നതെന്നുള്ളത്. ഞങ്ങളെ ആരെയാണ് ഞങ്ങൾക്ക് ഈ ഒരു ഇതിന് തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ചോദ്യത്തിന് അവർക്കൊരു ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ഉത്തരം മാത്രമേ അവർ പറഞ്ഞുള്ളൂ. ഏകകണ്ഠമായിട്ട് അവർ പറഞ്ഞ പേരാണ് അനില എസ് ദേവി. നിങ്ങളുടെ കൂട്ടത്തിൽ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഫസ്റ്റ് ഇയർ MBBS വിദ്യാർത്ഥിനിയാണ്. നിറഞ്ഞ കൈയടികളോടെ നമുക്ക് ആ കൂട്ടുകാരിയെ സ്വാഗതം ചെയ്യാം. നമുക്ക് ലോകത്തിന്റെ വേദനയൊക്കെ നമുക്ക് പരിഹരിക്കാനായിട്ട് നമുക്കാവുന്നത് ചെയ്യാമെന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്താണ് മോളെ MBBS തിരഞ്ഞെടുത്തതും അതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് തിരഞ്ഞെടുത്തതും. MBBS തിരഞ്ഞെടുത്തതും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എടുത്തും ഈ ഒരു അനുഭവം എന്തായിരുന്നു താങ്കൾക്ക് ഇവരോട് പറയാനുള്ളത്? എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എൻ്റെ ഒരു ഡ്രീം കോളേജ് ആയിരുന്നു. ഇവിടെ എത്തിപ്പെട്ടിയ വളരെയധികം സന്തോഷം. എനിക്ക് ചെറുപ്പം മുതൽ ഒരു ഡോക്ടർ ആവാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. താങ്ക് യു. നമുക്ക് അനിലേക്ക് എല്ലാവിധ ആശംസകളും ബ്രില്യന്റിന്റെ ടീം നേരുന്നു. ബ്രില്യന്റിന്റെ ഈ സ്നേഹോപഹാരം അനിലേക്ക് കൊടുക്കാനായിട്ട് മായ ടീച്ചറിനെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു അധ്യാപിക എന്നുള്ള ഏറ്റവും വലിയ അഭിമാന നിമിഷമാണത്. നിങ്ങളുടെ മക്കളുടെ മുന്നിൽ, ഒരുപാട് മക്കളുടെ മുന്നിൽ ഒരു മോൾക്ക് ഒരു സമ്മാനം കൊടുക്കുകയാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മോൾക്ക് സന്തോഷം, അതുപോലെ ഒരു അമ്മയുടെ സന്തോഷത്തോടെ, അതേ വികാരത്തോടെ, ഒരു അധ്യാപികയുടെ അഭിമാനത്തോടെ, അതേ സ്നേഹത്തോടെ ഞാൻ ബ്രില്യന്റ് ഫാമിലിയെ പ്രതിനിധീകരിച്ച് നിങ്ങളുടെ ഈ സമ്മാനം അനില മോൾക്കായി നൽകുന്നു. നേരിൻ വഴി തഞ്ചാലകവാതിൽ നീ, ഇടനെഞ്ചിൻ തുടികളിലുണരും സ്വരമോ നീ, നിൻമലർവാടിയിലെന്നും വാടാമലരുകൾ ഞങ്ങൾ, അനഘ സംഗീതമിവിടെ ഒഴുകുന്നിതാ, അമര സൗഹാർദ്ദമിവിടെ ഉണരുന്നിതാ.
ഓർക്കാതമകലി നിന്നു നീ തൂകിടും മന്ദഹാസം. ഇവിടെ ഈ സാന്ധ്യ ശോഭയിൽ ഞാൻ അറിവൂ. ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാണ്ടാ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. കാണ്ടാ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കാണണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, പൂരമെനിക്കൊന്ന് കൂടണം കാന്ത, ഇവിടെ എനിക്കൊന്ന് കാണണം കാന്ത, എനിക്കൊന്ന് കാണണം കാന്ത, ഇവിടെ എനിക്കൊന്ന് കൊട്ടണം കാന്ത, എനിക്കൊന്ന് കൊട്ടണം കാന്ത. കാന്താ ഞാനും വരാം തൃശൂർ പൂരം കാണാൻ.
ഇത്രയും നല്ലൊരു വേദി ഒരുക്കി തരാനായിട്ട് ഞങ്ങളെ സഹായിച്ച MBBSൻ്റെ ഇവിടുത്തെയുള്ള സീനിയർ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഞങ്ങൾ അനുവാദം ചോദിച്ചപ്പോൾ തന്നെ തന്ന ഏറ്റവും ബഹുമാനിയായ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ കല മാഡത്തിനും ഞങ്ങളുടെ ഹൃദയംഗമായ നന്ദി അറിയിച്ചുകൊള്ളട്ടെ. അതുപോലെ തന്നെ ഈ മ്യൂസിക് ബാൻഡ് മന്ത്രായ്ക്കും ബ്രില്യൻ ടീമിൻ്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് വീണ്ടും ആഗസ്റ്റ് 15 അടുത്ത വർഷത്തെ ഫസ്റ്റ് ഇയർ ബാച്ച് വരുമ്പോൾ നിങ്ങൾ സീനിയേഴ്സായിട്ട് ഇതുപോലൊരു വേദി വീണ്ടും ബ്രില്യൻ ടീമിന് അവർക്ക് അനുവദിച്ചു തരണമെന്നുള്ള അഭ്യർത്ഥനയോടുകൂടി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.